നമുക്കൊരു കുഞ്ഞ് ഈസി പായസത്തിൻ്റെ വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഇനി നമുക്കൊരു ഫ്രൈങ് പാൻ ചൂടാക്കിയിട്ട് അതിൽ നെയ്യ് ഇട്ടിട്ട് നമ്മുടെ കാഷ്യൂനട്ടും കിസ്മിസും നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. കാഷ്യൂനട്ട് എപ്പോഴും രണ്ടും കൂടെ ഒരുമിച്ചിടരുതേ. രണ്ടിൻ്റെയും എന്താ പറയുക, വറന്ന് വരുന്ന ആ ഒരു കണ്ടീഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആദ്യം കാഷ്യൂനട്ട് വറുത്ത് മാറ്റുക, എന്നിട്ട് നമ്മുടെ കിസ്മിസ് ഇട്ടിട്ട് നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കിസ്മിസ് ഒന്നിങ്ങനെ ബോൾ പോലെ ആയി വരുമ്പോൾ നമ്മളതിനെ എടുത്ത് മാറ്റണം. അങ്ങനെ നമ്മുടെ കാഷ്യൂനട്ടും കിസ്മിസും റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അടുപ്പത്ത് ഒരു പാത്രത്തിൽ പാൽ വെച്ചിട്ട് പാൽ തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. ആ സെയിം ടൈം നമുക്ക് അപ്പുറത്തൊരു പാൻ വെച്ചിട്ട് നമ്മൾ ആ കാഷ്യൂനട്ടും കിസ്മിസും വറുത്തെടുത്തില്ല, ആ സെയിം പാനിൽ തന്നെ ഞാൻ റോസ്റ്റഡ് വെർമിസെല്ലി അങ്ങനെ മേടിക്കലില്ല, സാധാ വെർമിസെല്ലി മേടിച്ചിട്ട് അത് പൊടിച്ചിട്ട് അത് നമുക്കൊന്ന് നെയ്യിൽ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി കറുപ്പ് കളറാവുന്ന വരെ വറുത്തെടുക്കരുത് കേട്ടോ. ലൈറ്റൊരു കുറച്ച് റൈസ് ഒരു ലൈറ്റ് കളർ ആവണ വരെ നമ്മളൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ പാല് അടുപ്പത്തിരുന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാനതിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മെഷർമെൻ്റ് ഒന്നും പറയുന്നില്ല. ഓരോരുത്തർക്ക് ചിലർക്ക് ഷുഗർ ഭയങ്കര ഇഷ്ടമാണ്, ചിലർക്ക് ഷുഗർ കുറച്ച് മതി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് കുറുക്കിയെടുക്കാം നമുക്ക് പാൽ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സേമിയൊക്കെ വറുത്ത് സെറ്റായി. അങ്ങനെ നമ്മളൊരു പാത്രത്തേക്ക് മാറ്റി. ഇനി നമ്മുടെ പാലിൽ നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിനായിട്ട് കേട്ടോ. അതിനൊപ്പം തന്നെ കുറച്ച് ചവ്വരി, ഇതെല്ലാവർക്കും ചേർക്കണം എന്നൊന്നുമില്ല, അത് ഓപ്ഷണലാണ്. ചെറിയൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും കുറച്ചൊരു ചവ്വരി ചേർക്കലുണ്ട്. അങ്ങനെ ഇപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചേർക്കാനുള്ളൊരു സൂത്രം, അതായത് കുറച്ച് ഏലക്കായിൽ ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അത് ഒടുക്കത്തെ ഫ്ലേവറാണ് കേട്ടോ, നല്ല മണമാണ് അതിൻ്റെ. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് പായസത്തിൽ ചേർത്ത് കൊടുക്കാം. പായസമായിട്ടില്ല, പാലിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് സെറ്റായി വന്ന് ഇനി പാല് തിളച്ചാൽ നമ്മുടെ സേമിയയും കൂടെ നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. സേമിയ ഒന്ന് ഇനി വെന്ത് നന്നായി പൊന്തി വരുമ്പോഴാണ് അതിൻ്റെ വേവ് സെറ്റാവുന്നത്. അതുവരെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ മറ്റേ പായസം വയ്ക്കുന്ന മാതിരി വലിയ പണിയില്ല കേട്ടോ. നമ്മുടെ സേമിയ പായസം ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. സേമിയ പായസം പെട്ടെന്ന് കുറുകി വരും ചെയ്യും കേട്ടോ. അതാ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സേമിയൊക്കെ വെന്ത് സെറ്റായിട്ട് മുകളിൽ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഏലക്കായും പഞ്ചസാരയുടെയും ബാക്കി മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി, എന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് നമ്മുടെ കാഷ്യൂനട്ടും കിസ്മിസും കൂടെ നമ്മൾ വറുത്ത് വെച്ചതും കൂടെ ചേർക്കാം. ഈ സാധനം ഇത്രയ്ക്ക് കിട്ടി തന്നെ ഭാഗ്യം കേട്ടോ. അതെപ്പോഴും ഫസ്റ്റ് വറുത്ത് വയ്ക്കുമല്ലോ പാത്രത്തിൽ, പിന്നെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കഴിച്ചിട്ടേ അതങ്ങ് തീർന്നു പോവും. അങ്ങനെ നമ്മുടെ പായസം റെഡിയായി. ഇനി നമ്മളതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എല്ലാവരും ഈസി പായസം റെസിപ്പി വീട്ടിൽ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ.